കൂടി നമുക്കറിയാം ഡൊണാൾഡ് പ്രസ്താവിക്കുന്നത്. ട്രംപ് ചെയ്യുന്നതിന് വിരുദ്ധമായ കാര്യങ്ങൾ പലപ്പോഴും പറയുന്ന ആളാണ്. നമുക്കറിയാം ഈ ഇറാനുമായുള്ള സംഘർഷം തുടങ്ങുന്നതിനൊക്കെ തൊട്ടു മുൻപുണ്ടായ സംഭവ വികാസങ്ങൾ ഒരു ഭാഗത്ത് ചർച്ചയും നടക്കുകയാണ് എന്നൊരു പ്രതീതി ഉണർത്തിക്കൊണ്ട് തന്നെയാണ് വലിയ ആക്രമണം ഇറാനെതിരെ നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെ കാണണമോ ഇന്നലത്തെ ഈ പ്രസ്താവനകളെ? ജൽസി, എനിക്ക് തോന്നുന്നു അത് തന്നെയാണ്. കാരണം ഒരു ഭാഗത്ത് താൻ സമാധാനത്തിന്റെ ഭാഗമാണെന്ന് അവതരിപ്പിക്കുക, അതോടൊപ്പം തന്നെ സൈനിക ലക്ഷ്യങ്ങൾ പൂർണ്ണമായിട്ടും നേടിയെന്ന് പറയുക. കാരണം യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഫെബ്രുവരി 28 ആരംഭിക്കുമ്പോൾ ട്രംപ് എന്തായിരുന്നു പറഞ്ഞത്? വെറും 4 ദിവസം കൊണ്ട് ഇറാനെ പൂർണ്ണമായിട്ടും സൈനികമായിട്ട് കീഴടക്കാൻ സാധിക്കും, അവിടുത്തെ റെജീം ചേഞ്ച് എന്നത് പ്രാവർത്തികമാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും മുന്നോട്ട് വെച്ചിരുന്നത്. ആ 4 ഇപ്പോൾ 21 ദിവസം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ റെജീം ചേഞ്ച് എന്നത് അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ മാറ്റം എന്നത് തങ്ങളുടെ അജണ്ടയിൽ പ്രധാനമേ അല്ല, നേരെ മറിച്ച് ആണവായുധം ഇറാൻ സ്വന്തമാക്കരുത് എന്നതാണ് താൻ ലക്ഷ്യമെക്കുന്നത് എന്നതുൾപ്പെടെയുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പല നിലക്കുള്ള ഈ സമ്മർദ്ദം ട്രംപും അതോടൊപ്പം തന്നെ അമേരിക്കൻ ഭരണകൂടവും അഭിമുഖീകരിക്കുന്നുണ്ട്. കാരണം ഇത് ഏത് നിലക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, നിലവിലുള്ള അവസ്ഥയിൽ എങ്ങനെ മാന്യമായിട്ട് യുദ്ധത്തിൽ നിന്ന് തടിയൂരണം എന്നതുൾപ്പെടെയുള്ള വലിയൊരു പ്രതിസന്ധി അമേരിക്ക നേരിടുന്നുണ്ട്. കാരണം അമേരിക്കയിലെ ഡെമോക്രാറ്റുകൾ മാത്രമല്ല റിപ്പബ്ലിക്കൻ വിഭാഗങ്ങൾക്കിടയിൽ പോലും വലിയ വിയോജിപ്പുകളാണ് ട്രംപിന്റെ ഈ നീക്കങ്ങൾക്കെതിരെ വരുന്നത്. ഈ യുദ്ധത്തിൽ തങ്ങൾ ഒട്ടും തന്നെ പങ്കാളികളില്ല എന്ന് നാറ്റോ രാജ്യങ്ങൾ വ്യക്തമാക്കേണ്ടി വരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ അതിശക്തമായിട്ടുള്ള ചില നിലപാടുകൾ കൈക്കൊള്ളേണ്ടി വരുന്നു. അപ്പോൾ എല്ലാം നോക്കുമ്പോൾ ഈ ഒറ്റപ്പെടൽ എന്നത് ഇറാനേക്കാൾ കൂടുതൽ അനുഭവിക്കുന്നത് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച അവ്യക്തത, അനിശ്ചിതത്വം അതിസങ്കീർണമായി തന്നെ തുടരുകയാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ നിരന്തരമായി ഇപ്പോൾ പോലും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു നയതന്ത്ര പ്രശ്നപരിഹാരം വേണമെന്ന ആ പ്രഖ്യാപിത നിലപാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നതും. ജൽസി, ശരി. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാവുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ ആക്രമണങ്ങൾ അത് നിലവിൽ നടക്കുന്ന സംഘർഷങ്ങളെ എങ്ങനെ ബാധിക്കും? അതിനപ്പുറത്ത് അമേരിക്ക നടത്തുന്ന പ്രസ്താവനകൾ അത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്ന പ്രസ്താവനകളല്ല. ഒരു വശത്ത് ഒരു കാര്യം പറയുകയും മറുവശത്ത് ആക്രമണം തുടരുകയും ചെയ്യുന്ന പതിവ് ശൈലി തന്നെ അമേരിക്കയും പോകുമ്പോൾ വലിയ സംഘർഷങ്ങൾ അവസാനിക്കാനുള്ള ഈ അടുത്ത കാലത്ത് എവിടെയും സംഘർഷങ്ങൾ അവസാനിക്കാനുള്ള ഒരു സാധ്യതയോ പുതിയ മധ്യസ്ഥ ശ്രമങ്ങൾക്കുള്ള നീക്കമോ കാണുന്നില്ല എന്നുള്ളത് കൂടി ആശങ്കാജനകമാണ്.